പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പുറപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം 13 മുതൽ 14 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. മോശ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ. നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും. ഇന്ന് കണ്ട ഈജിപ്തുകാരെ ഇനിമേൽ നിങ്ങൾ കാണുകയില്ല. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. നിങ്ങൾ ശാന്തരായി ഇരുന്നാൽ മതി. സ്വന്തം ജനമായ ഇസ്രായേലിന് മോശ വഴി കർത്താവ് ധൈര്യം നൽകിക്കൊണ്ട് ഇങ്ങനെയാണ് സംസാരിച്ചത്: നിങ്ങൾ ശാന്തരായിരിക്കുവിൻ, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. ഒട്ടും പ്രതീക്ഷിക്കാതെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദുരിതങ്ങളും വേദനകളും ജീവിതത്തിൻ്റെ അടിത്തറ വരെ ഇളക്കിയെന്ന് വരാം. ഈ സാഹചര്യത്തിൽ പകച്ചു നിന്നു പോകുന്ന നമുക്ക് കർത്താവ് ധൈര്യം തരുന്നത് ഇങ്ങനെയാണ്. ഇസ്രായേൽ ജനത്തോട് പറഞ്ഞ അതേ വാക്കുകൾ തന്നെ: നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ. നഷ്ടധൈര്യരാകാതെ ഈശോയിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനാണ് തിരുവചനം നമ്മളോട് ആവശ്യപ്പെടുക. കർത്താവ് നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവാൻ സന്നദ്ധനാണെന്ന് ഓർക്കുക. അവിടുന്ന് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. എല്ലാം അവസാനിച്ചുവെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ കർത്താവ് നമ്മളോടും പറയും: ഒന്നും ഒന്നിൻ്റെയും അവസാനമല്ല. കർത്താവാണ് നമുക്ക് വേണ്ടി പൊരുതുന്നതെങ്കിൽ അവിടുന്ന് എല്ലാറ്റിനെയും നന്മയാക്കി മാറ്റും. ഈ തിരുവചനം കേൾക്കുന്ന എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ദിവ്യകാരുണ്യ ഈശോ തൻ്റെ പ്രത്യാശ നിറയ്ക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.